ഇനി നിങ്ങൾക്ക് കേൾക്കണം അതിനേക്കാളൊക്കെ രസം. നമ്മളെ പറ്റി പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം എന്താ? നമ്മൾ ശിർക്ക് ചെയ്യുന്നു. തൗഹീദ് ശരിയായിട്ടില്ലാതാ. എന്താ കാരണോ? സുബ്ഹാനല്ലാഹ്, നമ്മളെ വാഴക്കാട്ടുന്ന് കുറ്റിയാടി എത്തിയ അബ്ദുള്ള കുട്ടി മൗലവി കുറ്റിയാടിയിൽ സുന്നികൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അവിടെ പ്രചരിപ്പിച്ച് ശിർക്കാണല്ലോ പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ച് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഒരു മൗലവി എഴുതി സെൽസബിയിൽ 1971 നവംബറിൽ ഒരു വിഗ്രഹത്തിന് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. അതേ മൗലവിയുടെ നേരെ ഇപ്പുറത്തെ പേജിലെഴുതി, എന്നാൽ നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മൗലൂദ് ഓതുക എന്ന ഇബാദത്ത് ചെയ്താൽ കാഫിറാകും. റസൂലുള്ളാഹിന്റെ മൗലൂദ് ഓതിയാൽ കാഫിർ. ബിംബത്തിന് സുജൂദ് ചെയ്താൽ മുശ്രിക്കാണെന്ന് പറയരുത്. ഇതിന്റെ അടിസ്ഥാനം ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ വിരോധം അല്ലാഹുവിന്റെ റസൂലിനോടാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്നവരോടും പറയുന്നവരോടുമാണ്, സ്വഹാബത്തിനെ അംഗീകരിക്കുന്നവരോടാണ്, ഖുർആൻ സ്വീകരിക്കുന്നവരോടാണ്. ഇത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ അത് ബോധ്യപ്പെടാത്ത കുറച്ചാളുകൾ, സാധാരണക്കാര് പെട്ടുപോയി. അല്ലാഹു അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കട്ടെ. അത് ഹാജി ഗ്രൂപ്പ് ആയാലും ശരി, മൗലവി ഗ്രൂപ്പ് ആയാലും ശരി, രണ്ട് ഗ്രൂപ്പും പറയുന്നത് ഇത് തന്നെയല്ലേ. ഫിഖിന്റെ വാദം ഉന്നയിച്ച് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ശിർക്കുവാദം ഉന്നയിച്ച് തൗഹീദിൽ നിന്ന് പുറത്താണെന്ന് വാദിച്ചവർ ഇപ്പോൾ പറയുന്നു ഒരാരസം നോക്കണം എന്നല്ല. ഇപ്പൊ പറയുന്നത് 2001 ജൂൺ 4-ാം തീയതിയിൽ മുമ്പായി മരിച്ചുപോയ എല്ലാ മുജാഹിദ് മൗലവിമാരും മുശ്രിക്കായി മരിച്ചുപോയി. മനസ്സിലായി? 2001 ജൂൺ 4-ാം തീയതിക്ക് മുമ്പായി മരിച്ചുപോയ ഉമർ മൗലവി മുശ്രിക്, KP മുഹമ്മദ് ബിൻ അഹ്മദ് മൗലവി മുശ്രിക്, MCC മൗലവിമാരൊക്കെ മുശ്രിക്, KM മൗലവി മുശ്രിക്, വക്കം മൗലവി മുശ്രിക്. തൗഹീദിൽ ആരേ ഉള്ളൂ 2001 ജൂണിന് ശേഷമുള്ളവർ? ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു, കേട്ടോളൂ. തൗഹീദിന്റെ ഒരു പ്രധാന ഇനമായി ഗൾഫിലെ സലഫി പണ്ഡിതർ എണ്ണിപ്പറയാറുള്ള ഒന്നാണ് നാമവിശേഷണങ്ങളിലുള്ള അല്ലാഹുവിന്റെ ഏകത്വം. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ഇക്കാലം വരെയും ഈ വിഷയം ശരിയായ രൂപത്തിൽ അതിന്റെ പ്രബോധകരെയോ പ്രവർത്തകരെയോ പഠിപ്പിച്ചിട്ടില്ല. തൗഹീദിന്റെ ശരിയായ രൂപം ഇന്ന് വരെയും അതിന്റെ പ്രബോധകരെയോ പ്രവർത്തകരെയോ ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെയും പറയാൻ തീർന്നില്ല. അതിന്റെ ചരിത്രത്തിൽ ഇതം പ്രഥമമായി ഈ വിഷയം പാഠശാലകളിൽ പഠിപ്പിക്കേണ്ട കാര്യമാണെന്ന് പോലും മനസ്സിലാക്കിയത് ഈയിടെ മാത്രമാണ്. 2001 ജൂൺ 4-ന് പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിൽ 3-ാം തീരുമാനത്തിലെ ഒരു ഭാഗം ഇപ്രകാരമാണ്. കേട്ടോളി. തൗഹീദിന് റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അൽ-അസ്മാഉ വസ്സിഫാത്ത് എന്നിങ്ങനെയുള്ള വിഭജനം ഈ യോഗം ശരിവെക്കുകയും അത് പാഠശാലകളിൽ പഠിപ്പിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ജംഇയ്യത്തുൽ ഉലമാ തീരുമാനങ്ങൾ പേജ് 2. 2001 ജൂൺ 4-നാണ് തൗഹീദ് പാഠശാലകളിൽ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ 2001 ജൂൺ 4-ന് മുമ്പുള്ള മുജാഹിദീങ്ങളൊക്കെ എല്ലാവരും ശിർക്കിൽ അകപ്പെട്ടുപോയി. എല്ലാവരും ശിർക്കുകാരായി പോയി. 2001 ജൂൺ 4-ന് തൗഹീദ് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നുള്ളൂ. ഇതുവരെ മരിച്ചുപോയ മൗലവിമാരൊക്കെ ശിർക്കിലായിട്ട് മരിച്ചുപോയി. ഇനി നിങ്ങൾ നോക്ക്, ഇതുകൊണ്ട് തീർന്നോ? ഇവിടെ ഈ വാഴക്കാട്ട് മുമ്പ് നമ്മൾ പ്രസംഗിച്ചപ്പോ ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, അള്ളാഹ് കാലും തണ്ടക്കാലുമുണ്ട്, അള്ളാഹ് അർശിന്റെ മുകളിൽ കയറിയിട്ട് ആകാശത്തിൽ ഇരിക്കുകയാണ് എന്ന് മൗലവി വാദിച്ചു. അങ്ങനെ പറയാൻ പാടില്ലെന്ന്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നുസൂൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണത്. അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു തആല രാത്രിയുടെ 2/3 കഴിഞ്ഞാൽ, അവസാന ഭാഗമായി കഴിഞ്ഞാൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും മറ്റും കാര്യങ്ങൾ ഹദീസിൽ വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഈ അടുത്ത് ശബാബ് 2009 സംഘടന പിളർന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം ജൂലൈ 10-ൽ എഴുതിയത്, അള്ളാഹു ഇറങ്ങിയാൽ അവന് അർശിലിരിക്കാൻ സമയമുണ്ടാകുമോ? ഇവിടെ രാത്രിയാകുമ്പോൾ പകൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ ഭൂമിയിൽ ഇല്ലേ എന്നാണ് ചോദിച്ചത്. അതിന്റെ അർത്ഥം എന്താ?
മുഅ്തസിലിയാക്കൾ പറഞ്ഞ അല്ലെങ്കിൽ അശ്അരി ത്വരീഖത്തുകാരി പഠിപ്പിച്ച പിന്നീട് ചേകനൂർ ഏറ്റെടുത്ത അതേ വിശ്വാസത്തിലേക്ക് മടവൂർ വിഭാഗം പണ്ഡിതന്മാർ ചിലർ എത്തിപ്പെട്ടു. നമ്മൾ അറിയാതെ അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇറങ്ങും. അതെ, ഹദീസിലുണ്ട്. കൈഫിയത്ത് നമുക്കറിയില്ല, രൂപം നമുക്കറിയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഇമ്മത്തു അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ എന്നോളമുള്ള സകല പണ്ഡിതന്മാരും എതിർക്കാതെ അംഗീകരിച്ച ഒരു വസ്തുതയാണ്. കാരണം അത് പ്രമാണ അയാൾ പറയുന്നത് അല്ലാഹു ആകാശത്തിൽ ഒരു ഹെഡിങ്ങ കേട്ടോളി. നമ്മൾ വാഴക്കാട്ട് എന്തായിരുന്നു മുമ്പ് പറഞ്ഞത്, കൊടി എത്തിയത് മനസ്സിലാക്കാനാ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗത്തിന് ആദർശ വ്യതിയാനമുണ്ടെന്ന് സ്ഥാപിക്കുവാൻ ഇവർ പുളിക്കൽ ജാമിയ സലഫിയിൽ വെച്ച് സംഘടിപ്പിച്ച ആദ്യ യോഗത്തിൽ പ്രധാനമായും എടുത്തു കാണിച്ചിരുന്നത് യുവത പ്രസിദ്ധീകരിച്ച ഇസ്ലാം വിശ്വാസ ദർശനം എന്ന പുസ്തകത്തിലെ താഴെ പറയുന്ന പ്രസ്താവനയായിരുന്നു. എന്താ കേട്ടോളി. എന്നാൽ പ്രപഞ്ചാതീതനായ ദൈവം പ്രപഞ്ചത്തിന് പുറത്ത് ഏഴാനാകാശത്തിന് മുകളിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണെന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല. ഇസ്ലാം വിശ്വാസ ദർശനം പുറം 109 ദൈവം പ്രപഞ്ചം മനുഷ്യൻ. ഈ പുസ്തകത്തിന് മുജാഹിദിന്റെ അക്ബർ മൗലവി ക്രിസ്ത്യാനികളോ ഇങ്ങനെ പറഞ്ഞൊരു മൗലവി ഉണ്ട്. ആ മൗലവി എഴുതിയ വാചകമാണ്, ദൈവം പ്രപഞ്ചത്തിന് പുറത്ത് ഏഴാനാകാശത്തിന് മുകളിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണെന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല. ഇതല്ല കൂട്ടരെ ഞാൻ മുമ്പ് വാക്കാട്ടെന്ന് പറഞ്ഞത്. അത് എഴുതിയതിനെ സംബന്ധിച്ച് അത് ആരോപണം പറഞ്ഞപ്പോ അതിനെപ്പറ്റി പറയാം. യുവത പ്രസിദ്ധീകരിച്ച ഇസ്ലാം 1-ാം വാല്യത്തിൽ നിന്നും ആരോപകർ ഉദ്ധരിച്ച ഭാഗം എഴുതിയത് MM അക്ബറാണ്. ഇസ്ലാം വാല്യത്തിലെ ഈ പരാമർശം അക്ഷരത്തിൽ പോലും വ്യത്യാസമില്ലാതെ MM അക്ബർ എഴുതി നിറ്റ് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ കാണാം. ദൈവവിശ്വാസം പേജ് 22. ഇനി പറയാം, യുവതയുടെ ഇസ്ലാം വിശ്വാസ ദർശനം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന്റെ മുമ്പ് KNM പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. കുഞ്ഞീദു മദനിയാണ് ഇത് എഴുതിയത്. ഈ പുസ്തകത്തിൽ എഴുതുന്നത് കാണുക, അല്ലാഹു ആകാശത്തിലാണെന്നും അവൻ അർശിൽ ഇരിക്കുന്നുവെന്നുമുള്ള ളാഹിരിയാക്കളുടെയും ഹംബലിയാക്കളുടെയും അഭിപ്രായവും അല്ലാഹു ഒരു സ്ഥലത്തും സ്ഥിതി ചെയ്യുന്നില്ല, ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുക എന്ന അവസ്ഥയിൽ നിന്ന് അവൻ പരിശുദ്ധനാണെന്നുള്ള ജഹ്മിയാക്കളുടെയും മുഅ്തസിലിയാക്കളുടെയും അഹ്ലുസുന്നത്താണെന്ന് പറയുന്ന അശീരിയാക്കൾ മാതുരിദിയാക്കൾ മുതലായവരുടെയും അഭിപ്രായവും ഇവ രണ്ടും ശരീഅത്തിന്റെ അതിരിനപ്പുറമുള്ളതാണെന്നതിൽ സമമാണ്. അപ്പൊ അല്ലാഹു ആകാശത്തിന് മേലെയാണെന്ന് പറയുന്ന വാദവും അല്ലാഹു സ്ഥലകാല അതീതനാണെന്ന് രണ്ടും ശരീഅത്തിന്റെ അപ്പുറമുള്ള വാദമാണ്. എന്നിട്ട് പറയാ, അല്ലാഹുവിന് ശരീരമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, മുഖമുണ്ട് എന്നുള്ള മുജസ്സിമിയാക്കളുടെ അഭിപ്രായവും അവൻ ശരീരമുള്ളവനല്ല, ജൗഹറല്ല, അറവല്ല, ആകൃതിയുള്ളവനല്ല, രൂപമുള്ളവനല്ല എന്നുള്ള മുഅ്തസിലിയാക്കളുടെയും അശരിയാക്കളുടെയും മാതുരിദിയാക്കളുടെയും അഭിപ്രായവും കിതാബിലും സുന്നത്തിലും വ്യക്തമായ തെളിവില്ലാത്തതാകുന്നു. അപ്പൊ അല്ലാഹുക്ക് കൈയുണ്ട്, മുഖമുണ്ട്, കാലുണ്ട് എന്നുള്ള അഭിപ്രായവും തിരിച്ചുള്ള അഭിപ്രായവും ഒന്നും കിതാബിലും സുന്നത്തും തെളിവില്ലാത്തതാകുന്നു. ഇങ്ങനെയാണ് KNM പ്രസിദ്ധീകരിച്ച പുസ്തകം. അത് എഴുതിയത് കുഞ്ഞീദ് മദനി, പേര് അഹ്ലുസുന്നത്തി വൽ ജമാഅ, പേജ് 45, 46, 47. ഇത് ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമി ചോദിക്കുക അബ്ദുറഹ്മാൻ സലഫിന്റെ കക്ഷിയോട്, ശ്രദ്ധിക്കുക, അല്ലാഹു ആകാശത്തിലാണെന്നും അർശിൽ ഇരിക്കുകയാണെന്നും പോലും വിശ്വസിക്കുവാൻ പാടില്ലെന്ന് വരെ എഴുതിയിരിക്കുന്നു. ഹംബലി മദ്ഹബാണ് ഈ വിഷയത്തിൽ ഗൾഫ് സലഫികൾ അംഗീകരിച്ചു പോരുന്നത്. അത് പിഴച്ചതാണെന്ന് ഇവിടെ വ്യക്തമായി എഴുതുന്നു. ഇതൊക്കെ എഴുതുന്നത് സലഫികളിന്റെ മുജാഹിദികൾ കേട്ടോ. അവർ പറഞ്ഞ ഹംബലി മദ്ഹബ് നിങ്ങൾ വെച്ചിരിക്കണ്ട. ഇത് കേവലം കുഞ്ഞീദ് മദനിയുടെ അഭിപ്രായം ഉദ്ധരിച്ചതുമല്ല. വക്കം മൗലവി അറബി മലയാളത്തിൽ ഭാഷാന്തരം ചെയ്ത് പ്രസിദ്ധീകരിച്ച സയ്യിദ് സുലൈമാൻ നദിവിയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് അംഗീകരിച്ചതാണ്. KNM 1990 ആദ്യമായി ഇത് പ്രസിദ്ധീകരിക്കുന്നത്. 1997 പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു.
ആയിരക്കണക്കിന് മുജാഹിദുകൾ ഇത് വായിച്ചിട്ടും ഈ പുസ്തകത്തിൽ ആദർശ വ്യതിയാനമുണ്ടെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല? കുഞ്ഞീദ് മദനി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് ആദർശ വ്യതിയാനമാണെന്നുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങാനുള്ള സന്ദർഭമുണ്ട്. എന്നാൽ ഇതിന് അവസരം ലഭിക്കാത്ത സയ്യിദ് സുലൈമാൻ നബിയും വക്കം മൗലവിയും ആദർശ വ്യതിയാനം വന്നവരായി ഇവരെ ചിത്രീകരിക്കുമോ? ഈ പുസ്തകം വായിച്ച് ആദർശ വ്യതിയാനം മനസ്സിലാക്കുവാൻ സാധിക്കാതെ മരിച്ചുപോയ മുജാഹിദുകൾ എന്ത് ചെയ്യും? കേന്ദ്രം പ്രസിദ്ധീകരണാലയം ആദർശ വ്യതിയാനം ഈ കാലം വരെ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നുവോ? മർഹൂം അമാനി മൗലവി എഴുതുകയും കേന്ദ്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ പരിഭാഷയിലെ ചില പ്രസ്താവനകൾ താഴെ ഉദ്ധരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഉദ്ധരണി പറയാത് അള്ളാഹ് കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയല്ല, അള്ളാഹ് അർശിന്റെ മുകളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നാണ് KNM ഇന്ന് വരെയും ഇവിടെ പ്രസിദ്ധീകരിച്ച് പഠിപ്പിച്ചത്. 90 പ്രസിദ്ധീകരിച്ച ബുക്കിലും അങ്ങനെയുള്ളത്, 97 പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ട് കഴിഞ്ഞോ മുജാഹിദുകൾ എടുത്തെപ്പം കൊണ്ടു നടക്കുന്ന MM അക്ബർ മൗലവി, ആ MM അക്ബർ മൗലവിയുടെ പുസ്തകത്തിൽ അയാൾ അതുകൊണ്ട് തീർത്തില്ല. അയാൾ പറയുന്നത് പഠിച്ചവര് കയ്യുകാരുണ്ട്, അതുപോലെ തന്നെ അള്ള കസേര മേലെ ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. അതുകൂടി ഞാൻ വായിക്കാം. നമ്മള് ഈ അബ്ദുറഹ്മാൻ സലഫി ഇവിടെ മുമ്പ് മുജാഹിദുകളോട് പറഞ്ഞു കൊടുത്ത വിശ്വാസം ആരുടെ വിശ്വാസമാണെന്നാ മുജാഹിദ് തന്നെ പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി അതും കൂടി ഞാൻ വായിച്ചു തരാം, കേട്ടോളൂ. വക്കം അബ്ദുൽ ഖാദറുള്ള വീക്ഷണം ഒക്കെ പ്രസിദ്ധീകരിച്ച അവസാനം പറയാം. ജനാബ് MM അക്ബർ എഴുതുന്നു, എന്നാൽ പ്രപഞ്ചാതീതനായ ദൈവം പ്രപഞ്ചത്തിനു പുറത്ത് 7-ാം ആകാശത്തിനു മുകളിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണെന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല. ദൈവവിശ്വാസം MM അക്ബർ പേജ് 22. ഇനിയും കേട്ടോളി. MM അക്ബറിന്റെ മറ്റൊരു പ്രസ്താവന നോക്കുക. ദൈവത്തെ കുറിച്ച് വികലമായ സങ്കല്പങ്ങൾ ഉടലെടുത്തത് സങ്കുചിതത്വത്തിനും ഉച്ചനീതത്വങ്ങൾക്കും കാരണമായി. നിരാകാരനായ ദൈവം പുരുഷനായി സങ്കല്പിക്കപ്പെട്ടപ്പോൾ അവന് കൈകാലുകളും തലയും ഉടലുമുണ്ടെന്ന് സ്വാഭാവികമായും വിശ്വസിക്കപ്പെട്ടു. അപ്പോൾ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ഉന്നതനും കാലുകളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ശുദ്ധൻ അധമനുമായി. അത് ജാതി ചിന്തയ്ക്ക് കാരണമായി. ഹൈന്ദവത ധർമ്മവും ദർശനവും പേജ് 244. അപ്പൊ മുജാഹിദിന്റെ MM അക്ബർ മൗലവി പറയുന്നത് അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് വിശ്വസിച്ച് അള്ളാഹ് നിരാകാരനാണെന്നും വിശ്വസിക്കാതെ ഇവിടെ ദൈവം പുരുഷനായി സങ്കല്പിക്കപ്പെട്ട് അങ്ങനെ പലതും പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണനും ശുദ്രനും ഒക്കെ ഉണ്ടായത്. അങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾക്കും ജാതീയതക്കും കാരണം അള്ളാഹുവിന് കൈകാലുകൾ ഉണ്ടെന്ന വിശ്വാസമാണ്. അള്ളാഹു കസേരയിലിരിക്കുന്നു, സിംഹാസനത്തിരിക്കുന്നു എന്ന വിശ്വാസമാണ് എന്ന് മുജാഹിദിന്റെ നമ്മുടെ സലഫിയുടെ പക്ഷത്തുള്ള MM അക്ബർ മൗലവി എഴുതിയത്. ഹൈന്ദവത ധർമ്മവും ദർശനവും പേജ് 244. വക്കം മൗലവി പറഞ്ഞതും അത് തന്നെ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 996 കാലത്ത് പാവപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ വന്ന് ഈ വാഴക്കാട്ട് വെച്ച് അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് വാദിക്കുന്നത്, അല്ല കസേരക്ക് മുകളിലാണെന്ന് വാദിക്കുന്നത് അത് ഇസ്ലാമികമല്ലെന്നും അള്ളാഹുവിന്റെ ഖുർആനിന് വിരുദ്ധമാണെന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞതിനെതിരാണെന്നും ഒക്കെ പറഞ്ഞപ്പോ അന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ISMന്റെ പ്രവർത്തകരെ, എന്റെ കേസറ്റിന്റെ പകുതി കട്ടിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങളെ നേതാക്കന്മാര് KNM പ്രസിദ്ധീകരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅയിലുള്ളത് പേരോട് പറഞ്ഞതുപോലെയാണ്. അതുപോലെ നിജ് ഓഫ് ട്രൂത്തിന്റെ പുസ്തകത്തിലുള്ളത് അങ്ങനെയാണ്. MM അക്ബർ വിളിച്ചു പറയുന്നത് ബ്രാഹ്മണന്മാരെ വിശ്വാസമാണ് എന്ന് വിളിച്ചു പറയുന്നത് ഇപ്പോൾ നിങ്ങളെ മൗലവിമാര് പച്ച മലയാളത്തിൽ എഴുതി പുസ്തകം അച്ചടിച്ച് വിറ്റ് കാശാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ സത്യത്തിലേക്ക് വരാൻ തയ്യാറുണ്ടോ? ഇനിയെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കുറിച്ചുള്ള വിശ്വാസം ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറുണ്ടോ? നിങ്ങളൊക്കെ മുജാഹിദായി മരിച്ചുപോയാൽ പേരോടിന് എന്താണ്? നിങ്ങൾ എല്ലാവരും അല്ലാഹുക്ക് കയ്യും കാലുമുണ്ടെന്ന് വാദിച്ചാൽ പേരോടിന് എന്ത് വരാനാണ്? നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഞങ്ങളെ മൗലവിമാര് എന്തൊക്കെയോ കളവും പറയുന്നു, ഞങ്ങളെ മൗലവിമാര് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെയും എന്തിന് നിങ്ങൾ 2 സമ്മേളനത്തിന് പോകണം? നിങ്ങൾക്ക് ഇനിയെങ്കിലും അതൊന്ന് വിട്ടൊഴിഞ്ഞുകൂടെ? ഞാൻ നിങ്ങൾക്കൊരു കേസറ്റ് കേൾപ്പിക്കട്ടെ.